ഈ കാണുന്നത് ഒരു അമേരിക്കക്കാരനാണ് കേട്ടോ. ഇയാളെ ലുക്ക് കണ്ടിട്ട് ആരും ഇന്ത്യക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അയാൾ തന്നെ സ്വയം അമേരിക്കക്കാരനാണെന്ന് പറയുന്നുണ്ട്. അയാൾ പറയുന്നത് ഇന്ത്യയിൽ ഡൽഹിയിൽ വിദ്യാർത്ഥികളെ മാരകമായിട്ട് ആക്രമിക്കുകയും കല്ലുകൾ എടുത്തെറിയുകയും അടിച്ചു കൊല്ലുകയും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം ഈ തെരുവിൽ തന്നെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് അമേരിക്കക്കാരൻ. ഈ അമേരിക്കക്കാരന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിൽ എന്താണ് കാര്യം? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒരാൾ മാത്രമല്ല കേട്ടോ, ഞാൻ വേറെയും കണ്ടു. അതായത് കുറേ വിഷ്വൽസ് നമുക്കെല്ലാം ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതായത് ഈ അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ നടക്കുന്ന കലാപം പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് ഈ വിദ്യാർത്ഥികളും പോലീസും തമ്മിലുണ്ടാവുന്ന ഉന്തും തള്ളും അല്ലെങ്കിൽ തർക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് അമേരിക്കക്കാർ പകർത്തുന്ന ചില ദൃശ്യങ്ങൾ, ഇത് ഇന്ത്യക്കാരായിട്ടുള്ള കുറേ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് വന്നവർ, ടൂറിസ്റ്റായിട്ട് വന്നവർ, യോഗ പഠിക്കാൻ വന്നവർ, അല്ലെങ്കിൽ മറ്റു പല മതപരിവർത്തന ലക്ഷ്യങ്ങളോടെ വന്നവർ, ഇവരൊക്കെ തന്നെ ഈ സമരത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു, വിദ്യാർത്ഥികളെ തല്ലിക്കൊല്ലുന്നു എന്നൊക്കെയാണ്. പച്ച നുണകൾ പ്രചരിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, എന്നെ അതിശയിപ്പിച്ചത് അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ സമരത്തിൽ എന്താണ് കാര്യം എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ, ഭരണകൂടം, ഇതൊക്കെ നമ്മുടെ ഇന്റേണൽ മാറ്ററാണ്. വിദേശത്ത് നിന്ന് വരുന്ന ഒരുത്തൻ അതിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. വല്ലതും കാണാനുണ്ടെങ്കിൽ കണ്ടിട്ട് പോയിക്കോണം, അല്ലേ? നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്നവൻ കയറി വന്ന് ഇടപെടേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ കാര്യമാണത്. ഈ വിഷയത്തിലെ അമേരിക്കയുടെ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെയൊക്കെ അമിത താല്പര്യം കാണുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ വരും. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് ഒരു സായിപ്പിനെ പിടിച്ചു. അപ്പോൾ അയാളുടെ കയ്യിൽ യാതൊരു രേഖകളുമില്ല, ഒരു വിസയോ കാര്യമോ ഒന്നുമില്ല, പാസ്പോർട്ടോ ഒന്നുമില്ല, അമേരിക്കക്കാരനാണെന്ന് മനസ്സിലായി. ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ ഈ സായിപ്പിന് എന്താണ് കാര്യം? ഈ നേപ്പാളിൽ ജൻസി കലാപം ഉണ്ടായത് നമുക്കറിയാം. അവിടെ അതിൻ്റെ പുറകിൽ ആരാണ് കളിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് അതിനകത്തുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ പ്ലാൻസിനെ കുറിച്ച് ഇനി പ്രത്യേകം പറയണ്ടല്ലോ. നേപ്പാളിൽ ജൻസി കലാപം ഉണ്ടായതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാവാനുള്ള ശ്രമം ഇപ്പം നടക്കുന്നതേ ഉള്ളൂ. അത് വിജയിക്കാൻ പോകുന്നില്ല. നമ്മളിത് ഇവരുടെ ആ ഒരു അറ്റംപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ അവരുടെ ഒന്നും ഒരു കോക്കനട്ട് നടക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ആ രീതിയിൽ അവരൊന്ന് ട്രൈ ചെയ്യാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, ഈ കലാപം ഉണ്ടാവുന്നതിനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് ഒരു അമേരിക്കൻ പൗരനെ പിടിക്കുന്നത്. അതിനും ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കൻ പൗരൻ ഉൾപ്പെടെ ഉക്രൈൻ പൗരന്മാരടക്കമുള്ള ഒരു സംഘത്തെ ഇന്ത്യ മ്യാൻമാർ ബോർഡറിൽ നിന്ന് പിടിക്കുന്നത്. സോ ഇവർ ആക്റ്റീവായിട്ട് തന്നെ ഈ റീജിയൻസിൽ ഇടപെടുന്നുണ്ട്. നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വെസ്റ്റേൺ ഏജൻസിന്, CIA-ക്ക്, അതുപോലെ ഡീപ് സ്റ്റേറ്റിനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് കാണാം. മ്യാൻമാറിന്റെ കാര്യം എടുക്കാം. മ്യാൻമാറിൽ നടന്ന ആഭ്യന്തര കലാപം അവിടെയുള്ള പല റീജിയൻസും ഇന്ന് അവിടെയുള്ള പ്രാദേശിക ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. ചിൻലാൻഡ്, കുക്കി ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമുണ്ടാക്കാനുള്ള ശ്രമമൊക്കെ മ്യാൻമാറിൽ നടക്കുന്നതിനെ കുറിച്ച് നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ, പണം ഒക്കെ കൊടുക്കുന്നത് ആരാണെന്ന് ഞാൻ പ്രത്യേകം ഇനി പറയണ്ടല്ലോ. അതേ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമായിരുന്നു ശ്രീലങ്കയിൽ ഒരു കലാപം നടന്നു. അത് കഴിഞ്ഞ് ബംഗ്ലാദേശിൽ, ഈ മ്യാൻമാർ കലാപം നടക്കുന്നതിനോട് ചേർന്നാണ് ബംഗ്ലാദേശിലെ കലാപം ഉണ്ടാവുന്നതും ഷേഖ് ഹസീന താഴെ പോകുന്നതും. അതിനുശേഷമാണ് നേപ്പാളിൽ കലാപം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ അറ്റംപ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയും ഒന്നുമല്ല ഇന്ത്യ എന്ന് സായിപ്പ് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു പദ്ധതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഈ പറയുന്ന ശക്തികൾ പിടിമുറുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ചൈന ഒരു മഹാശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. ഇന്ത്യ ചൈനയുടെ പാതയിൽ തന്നെ ഒരു വലിയ ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ട് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ്. പാശ്ചാത്യ ലോകത്തിന് സഹിക്കാൻ പറ്റുമോ? ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ വിശേഷിച്ച് ഇന്ത്യയും ചൈനയും, ഒരു പക്ഷേ ജപ്പാനും പതിയെ അമേരിക്കയിൽ നിന്ന് ദിശ മാറി നാളെ സഞ്ചരിച്ചേക്കാം. അത്തരം ചില സൂചനകളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഈ ജപ്പാൻ, ഇന്ത്യ, ചൈന എന്നൊക്കെ പറയുന്നത് ഏഷ്യയിലെ ഭീമന്മാരായിട്ടുള്ള രാജ്യങ്ങളാണ്. സൈനിക ശക്തി കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി കൊണ്ടും ചരിത്രപരമായും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും ചരിത്രം എന്നൊക്കെ പറയുന്നത് ആയിരക്കണക്കിന് വർഷം മുതലേ ഉള്ള ചരിത്രമാണ്. സോ ഈ രാജ്യങ്ങൾ ഈ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിലയിലേക്ക് വളരുമ്പോൾ അങ്ങ് ദൂരെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥലത്ത് കിടക്കുന്ന ഒരു രാജ്യമുണ്ട്. അവര് ലോകം ഭരിക്കുന്ന രാജ്യമെന്നാണല്ലോ പറയുന്നത്, ലോക പോലീസ്. അവർക്കങ്ങ് സഹിക്കില്ല. അപ്പോൾ ഈ പറയുന്ന റീജിയൺ, ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ, പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണിൽ പിടിമുറുക്കാനായിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ആ രാജ്യം ശ്രമിക്കുന്നുണ്ട്.
അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ കാണുന്ന ഓരോ നീക്കങ്ങളുമെന്ന് ന്യായമായി നമ്മൾ സംശയിക്കില്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ അമേരിക്കക്കാരനൊക്കെ എന്താണ് ഇവിടെ കാര്യം? അതും ഇന്ത്യക്കാരായിട്ടുള്ള യുവാക്കൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ നടത്തുന്ന സമരത്തിൽ ഓൾറെഡി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് തന്നെ ഒരു പകുതി ഇന്ത്യനും പകുതി അമേരിക്കക്കാരനുമാണ്. അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പയ്യനാണ് ഈ മൂവ്മെന്റിനെ ഇപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതിന് പുറമെ സായിപ്പ് നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ ഒന്ന് കുളം കുഴിച്ച് കുത്തുവാള എടുപ്പിച്ചാലേ അവർക്കൊരു സമാധാനമുള്ളൂ. ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് വളരില്ല എന്ന് അവർക്ക് ഉറപ്പിക്കണം. അപ്പൊ അതിന് നമ്മളെ തകർക്കാൻ നമ്മുടെ തന്നെ പിള്ളേരെ ഉപയോഗിക്കുകയാണെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണെങ്കിലോ ഈ കുറെ പിള്ളേര് ബ്രെയിൻ വാഷ്ഡ് ആണ്. യാതൊരു ലോക വിവരവും ഇല്ല. ആരൊക്കെയോ പറയുന്ന കാര്യങ്ങളും കേട്ട് വിശ്വസിച്ചുകൊണ്ട് ഇതൊക്കെയാണ് ഇന്ത്യ, ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എടോ, നിങ്ങൾക്ക് മോദിക്കെതിരെ പോലും പ്രൊട്ടസ്റ്റ് നടത്താൻ, പ്രതിഷേധിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയാൻ ഈ രാജ്യത്ത് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ ഭരണകൂടം നിങ്ങൾക്ക് അത്രയും അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഈ രാജ്യം നിങ്ങൾ പറയുന്ന ഫാസിസ്റ്റ് രാജ്യമായിരുന്നെങ്കിൽ നിങ്ങൾ മോദിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ലല്ലോ. മോദി എന്ന പേര് പറയാൻ നിങ്ങൾ വിറയ്ക്കും. ചൈനയിൽ പോയിട്ട് പറ്റുമോ? ഷി ജിൻപിങ്ങിനെ കുറിച്ച് 4 അക്ഷരം ഒന്ന് പറഞ്ഞു നോക്ക്. ഷി ജിൻപിങ്ങിന്റെ ഭരണം മോശമാണ്, അല്ലെങ്കിൽ ചൈന മോശമാണ്, അല്ലെങ്കിൽ ചൈനയുടെ ഭരണകൂടം ശരിയല്ല എന്ന് നട്ടല്ലിന് ഉറപ്പുള്ള ആരെങ്കിലും പോയി ചൈനയിൽ നിന്ന് പറഞ്ഞു നോക്ക്. പിന്നെ ലോകം കാണില്ല, പുറം ലോകം കാണില്ല. ഫാസിസം എന്താണ്, അല്ലെങ്കിൽ ജനാധിപത്യം ഇല്ലാത്ത അവസ്ഥ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ചൈനയിൽ പോയി പറയണം. സൗദി പോയിട്ട് സൽമാൻ രാജാവ് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ സൽമാൻ ക്രൗൺ പ്രിൻസ് ഒരു കിഴങ്ങനാണെന്ന് പോയി പറഞ്ഞു നോക്ക്. പിന്നെ ജീവിതകാലത്ത് പുറത്ത് നിങ്ങൾ വരില്ല. ജീവൻ കാണുമോ എന്ന് തന്നെ സംശയമാണ്. അപ്പൊ എന്താണ് ഫാസിസം, എന്താണ് ജനാധിപത്യം എന്ന അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത പിള്ളേരാണ് പറയുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല, ഇന്ത്യയിൽ കുഴപ്പമാണ്, ഇന്ത്യയിൽ ഇതാ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ. വിവരമില്ലാത്തൊരു ഊശാൻ താടി മാമൻ വന്നിരുന്ന് ഈ നാട്ടിലെ പിള്ളേരെല്ലാം വഴിതെറ്റിക്കുകയാണ്. ഇവിടെ 2ാം സ്വാതന്ത്ര്യ സമരം നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തൈത്രയ മാമനുണ്ട്. അയാൾ വന്നിരുന്ന് പിള്ളേരെ വഴിതെറ്റിക്കൽ വേറൊരു സൈഡിൽ കൂടി. എന്ത് സ്വാതന്ത്ര്യ സമരം വേണം എന്നാണ് പറയുന്നത്? ഈ രാജ്യത്ത് ജനാധിപത്യം ഇല്ലായിരുന്നുവെങ്കിൽ തൈത്രയൻ മാമന്മാരാണ് ആദ്യം ജയിലിലാവുന്നത്. ഈ രാജ്യത്ത് ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ് മൈത്രേയനെ പോലുള്ള ആൾക്കാർക്ക് വന്നിരുന്ന് ഇങ്ങനെ താളമടിക്കാൻ പറ്റുന്നത്. ഇവിടെ ഈ രാജ്യത്ത് ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ് പച്ചക്കള്ളങ്ങൾ പോലും ഗവൺമെന്റിനെതിരായ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പരസ്യമായി വിളിച്ചു പറയാൻ കഴിഞ്ഞത്. ഈ രാജ്യത്ത് ജനാധിപത്യം ഇല്ലായിരുന്നുവെങ്കിൽ ജന്തർ മന്ദറിൽ ഒരു സൂചി കുത്താൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂടത്തോട് നമുക്ക് അവരുടെ രാഷ്ട്രീയത്തോട്, പ്രത്യയശാസ്ത്രത്തോട്, മതത്തോട്, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളോട്, പോളിസികളോടൊക്കെ നമുക്ക് എതിർപ്പുണ്ടാവാം. പക്ഷേ ഈ രാജ്യത്ത് ജനാധിപത്യം ഇല്ല എന്ന് പ്രചരിപ്പിക്കരുത്. അപ്പോൾ ഇവിടെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ രാജ്യം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നും ലോകത്ത് വളരെ വലിയൊരു ശക്തിയാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തെ 4 ഗ്രേറ്റ് പവേഴ്സിൽ ഒന്ന് ഇന്ത്യ ആണെന്ന് പറഞ്ഞൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് 1980കളിലും 90കളിലും അദ്ദേഹം ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന മനുഷ്യനാണ്. അന്നത്തെ ഇന്ത്യയിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം അമ്പരന്ന് പോയി എന്നാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ നിങ്ങൾ കാണാതെ, ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങാതെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ. 1947 മുതൽ 2026 വരെ ഈ രാജ്യത്തുണ്ടായ പുരോഗതികൾ, 2014 മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ ഈ രാജ്യം ഏത് അവസ്ഥയിലായിരുന്നു, ഇവിടെ എത്ര ദരിദ്രരുണ്ടായിരുന്നു, ഈ രാജ്യത്തെ റോഡുകൾ എങ്ങനെയായിരുന്നു, ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ എങ്ങനെയായിരുന്നു, ഈ രാജ്യത്തിൻ്റെ എക്കണോമിയുടെ സാഹചര്യം എന്തായിരുന്നു, ഈ രാജ്യത്ത് GDP എത്രയായിരുന്നു, പെർ ക്യാപിറ്റ എത്രയായിരുന്നു, 2026 എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത്, ഇപ്പോൾ എന്താണ് അവസ്ഥ, ഇത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക, പഠിച്ചു നോക്കുക. എന്നിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട്, ഇപ്പോൾ എൻ്റെ വീഡിയോ എന്നല്ല, ഒരു മനുഷ്യൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുന്നതോ കേട്ടിട്ടല്ല നമ്മൾ നമ്മുടെ ഒരു അറിവ് നേടിയെടുക്കേണ്ടത്. നമ്മൾ സ്വയം അന്വേഷിച്ച് ബോധ്യപ്പെട്ട് മാത്രമേ ഒരു കാര്യം ഉള്ളിലേക്ക് എടുക്കാവൂ. നമ്മുടെ പിള്ളേരെ വളരെയധികം വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് സായിപ്പന്മാർ കളിക്കുന്ന കളികൾ വളരെ വലുതാണ്. നമുക്ക് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ ഈ അമേരിക്കക്കാരന്മാരായിട്ടുള്ളവന്മാർ, സായിപ്പന്മാരായിട്ടുള്ളവന്മാർക്കൊക്കെ അജണ്ടയുണ്ട്. അതുപോലെ മതപരിവർത്തന മാഫിയ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം, പശ്ചാത്തലം, പാരമ്പര്യം, സംസ്കാരം, അതിനെല്ലാം ഇവിടെ നിന്ന് തുടച്ചു മാറ്റിയിട്ട് സായിപ്പിന് തോന്നുമ്പോൾ തട്ടിക്കളിക്കാൻ പറ്റുന്ന ഒരു പാവയാക്കി നമ്മളെ മാറ്റണം. അതിനുവേണ്ടിയാണ് മതപരിവർത്തനം അവരിവിടെ നടത്തുന്നത്. ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്കുണ്ട്. 33 കോടി ദൈവങ്ങളുള്ള ഒരു വിശ്വാസ പ്രമാണം നിലനിൽക്കുന്ന രാജ്യത്ത് ഏത് ദൈവത്തെയും ആർക്കും ആരാധിക്കാം. പക്ഷേ മതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ലോകത്തുണ്ട്.
അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും എക്കാലവും മതത്തെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ അവർ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. അപ്പൊ അവരുടെ അജണ്ടകൾ മറ്റു പലതുമാണ്. 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ പാവയെ പോലെ അവർക്ക് കിട്ടിയാൽ അവർക്ക് അവരുടെ രാജ്യം കൂടുതൽ ശക്തമാക്കി മാറ്റാം. നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കാൻ. അല്ലാതെ ഇവിടെ ഉണ്ടാവുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അസഹിഷ്ണുത കാണിച്ച് തെരുവിലിറങ്ങി പൊതുമുതൽ തല്ലി തകർത്ത് ഗവൺമെന്റിനെ വെല്ലുവിളിച്ച് നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയിട്ട് ഈ രാജ്യത്തെ INDA മുന്നണി ചേർന്ന് ഇന്ത്യ ഭരിക്കുമെന്നാണോ? എത്ര കാലം ഭരിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം 1-2 UPA സർക്കാരിന് ഭൂരിപക്ഷമില്ലായിരുന്നു ഒരു പാർട്ടിക്ക്. UPA എന്ന് പറയുന്ന ഒരു സഖ്യം ചേർന്നുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഭരണമാണ് ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിന് ആ സമയത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ട് ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞേനെ. അപ്പൊ ഈ കൂട്ടുകക്ഷി ഭരണം ഈ രാജ്യത്തിന് ഗുണം ചെയ്യില്ല. ഒരു മേജറായിട്ടുള്ള ഒരു പാർട്ടി വേണം. ഇപ്പൊ തന്നെ BJP ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ടാണ്. വേറൊരു പാർട്ടിയാണെങ്കിൽ ഇപ്പൊ NDA സർക്കാരിനും വലിയ പ്രതിസന്ധികൾ ഉണ്ടായേനെ. മോദി ഒരു സ്ട്രോങ് ലീഡർ ആയതുകൊണ്ടും BJPക്ക് 240+ സീറ്റുകൾ ഉള്ളതുകൊണ്ടും രാഷ്ട്രതന്ത്രത്തിൽ അവർ മിടുക്കരായതുകൊണ്ട് അവർക്ക് വലിയ പ്രതിസന്ധി ഇല്ലാതെ ഭരിക്കാൻ പറ്റുന്നുണ്ട്. ഏതൊരു രാജ്യത്തിന്റെയും പ്രശ്നം കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നാൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങൾ മോദി സർക്കാരിനുമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ കൂടുതൽ ശക്തമാക്കുന്നതിൽ യുവാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ തന്നെ രാജ്യത്തിന് കുളം തോണ്ടുന്ന പണിക്ക്, സായിപ്പിന്റെ പണിക്ക് നിങ്ങൾ പോയി നിന്നു കൊടുക്കരുത്. നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാവാം, ഗവൺമെന്റിനോട് നിങ്ങൾക്ക് നീരസമുണ്ടാകാം. അത് പക്ഷേ നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്. സായിപ്പ് പ്ലാൻ ചെയ്യുന്ന കെണിക്കകത്ത് പോയി വീണിട്ട് നമ്മൾ അതിൽ കിടന്ന് നമ്മുടെ തന്നെ രാജ്യത്ത് ഇരിക്കുന്ന കൊമ്പിനെ തന്നെ വെട്ടിമുറിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.